പ്രവാസ ലോകത്തെ വാർത്തകൾ. 40 ദിവസത്തെ US ഷട്ട്ഡൗണിന് അവസാനമായി. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി മരവിപ്പിക്കും. രാജ്യത്തെ സാമ്പത്തിക രംഗം ഉണർവിലേക്ക്. അമേരിക്കയിൽ 40 ദിവസത്തെ സർക്കാർ അടച്ചുപൂട്ടലിന് വിരാമമായി. സെനറ്റിൽ ഒത്തുതീർപ്പായതോടെയാണ് ഷട്ട്ഡൗൺ അവസാനിക്കുന്നത്. ജനുവരി 31 വരെ ധനവിനിയോഗത്തിന് അനുമതിയായി. ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോഴില്ലെന്നും തീരുമാനമായി. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടിയും മരവിപ്പിക്കും. US ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ രാജ്യത്തെ ഒട്ടുമിക്ക മേഖലകളെയും ബാധിച്ചു. ഷട്ട്ഡൗണിന്റെ ഭാഗമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെ അമേരിക്കയിൽ 5000-ലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയോ വൈകിക്കുകയോ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കൂട്ട അവധിയാണ് വിമാന സർവീസുകൾ കുറയ്ക്കാനിടയായത്. ഒക്ടോബർ 1-നായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടന്നത്. നിലവിൽ ആരോഗ്യ മേഖലയിൽ നൽകി വന്നിരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായത്. ഇതിൽ ഒബാമ കെയറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപ് അടക്കമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത്. ഷട്ട്ഡൗൺ അവസാനമായതോടെ അനിശ്ചിതാവസ്ഥയിലായ സാമ്പത്തിക രംഗം ഉയർത്തെഴുന്നേൽക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് കാലാവധി 10 വർഷമായി നീട്ടി ഒമാൻ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ നേട്ടം. നിലവിലെ 3 വർഷത്തെ പരിധിയിൽ നിന്ന് റെസിഡന്റ് കാർഡിന്റെ സാധുത 10 വർഷമാക്കി. കാർഡ് ഉടമ അതിന്റെ കാലഹരണ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അത് പുതുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഡയറക്ടർ ജനറൽ നിർണ്ണയിക്കുന്ന വിഭാഗങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ചാണ് 10 വർഷം വരെയുള്ള റെസിഡന്റ് കാർഡ് ലഭിക്കുക. റെസിഡന്റ് കാർഡിന് 10 വർഷം വരെയുള്ള കാലയളവിലേക്ക് ഓരോ വർഷത്തിനും 5 റിയാൽ വീതം ഫീസ് ഈടാക്കും. കേടുപാടുകൾ സംഭവിച്ചാൽ പകരം കാർഡിന് 20 റിയാൽ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. കുറഞ്ഞ ചിലവിൽ റെസിഡന്റ് കാർഡ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. വിസ ഇനത്തിൽ വരുന്ന ചെലവ് കുറയ്ക്കാനുമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും സൗദിയും ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ വർഷത്തെ ക്വാട്ടയ്ക്ക് മാറ്റമില്ലെന്നും ഹജ്ജ് മന്ത്രാലയം. സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബിയും ഇന്ത്യൻ പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവുമാണ് 2026 സൗദി ഇന്ത്യ ഹജ്ജ് കരാർ ഒപ്പിട്ടത്. ഞായറാഴ്ച ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ വർഷത്തെ അതേ ക്വാട്ടയായ 1,75,025 തീർത്ഥാടകർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തുക. ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ, ഗതാഗതം, താമസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു. തീർത്ഥാടനം സുഗമവും സുഖകരവുമാക്കാൻ ആവശ്യമായ ഏകോപനവും ലോജിസ്റ്റിക്സ് പിന്തുണയും ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തു. ഹജ്ജ് ഒരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു റിയാദിലെ ഇന്ത്യൻ എംബസിയിലെയും ജിദ്ദ കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അവലോകന യോഗം നടത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.